കടയിൽ ചെന്ന് ചിപ്സ് ഒരു പാക്കറ്റ് എടുത്തപ്പോൾ ഒരു ചെറിയ പാക്കറ്റിന് 70 രൂപ. കണ്ണ് തള്ളിപ്പോയി. അതുകൊണ്ട് 1/2 കിലോ പഴം വാങ്ങിച്ച്. 1/2 കിലോ പഴം 4 എണ്ണം കിട്ടി. അപ്പം ചിപ്സ് ഉണ്ടാക്കാല്ലേ, 45 രൂപ. പാല് വാങ്ങിച്ച്. വൈകുന്നേരത്തെ ചായ. പഴം അരിഞ്ഞുകൊണ്ടിരുന്നപ്പം ചായ പൊങ്ങി. അപ്പം നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം, അല്ലെങ്കിൽ പൊങ്ങിക്കളയും. കടുപ്പം വേണം ഗൈസ്. കടുപ്പം ഉണ്ടെങ്കിലേ ചായ കൊള്ളാവും. പക്ഷെ തേയിലയൊക്കെ വിഷമാണ്, ഐ നോ ദാറ്റ്. ചിപ്സിനുള്ള പഴം നമ്മൾ കുനുകുന നൈസായിട്ട് അരിയണം. അപ്പം ചായ ഇപ്പം തിളയ്ക്കും ഗൈസ്. ഇപ്പുറത്ത് ഞാൻ ചിപ്സിനുള്ളത് വെച്ചിട്ടുണ്ട്. 2 കൈയും കൊണ്ട് വീഡിയോയും എടുക്കണം, അതല്ലേ പറ്റാത്തത്. ചായ പിരിഞ്ഞാന്തോ. ഇപ്പൊ കണ്ട 2 പഴത്തിൽ ഇത്രയും ചിപ്സ് ഉണ്ട്. ആ കടയിൽ നിന്ന് നോക്കിയ പാക്കറ്റിൽ ഇത്രയും ചിപ്സിനാണ് 70 രൂപ. അത് നമുക്ക് ഉണ്ടാക്കാം. ചായപ്പാവും, ചിപ്സ് ഇപ്പുറത്താവും. ഇതാണ് എൻ്റെ ചിപ്സ് ഗൈസ്. ഇത് വീട്ടിലുണ്ടാക്കണോണ്ട് കറുമുറ വരൂല. പിന്നെ ഞാൻ ചക്കവറ്റിൽ വാങ്ങിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും, ചക്കവറ്റിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചപ്പോൾ വിഷമം തോന്നിയില്ലേന്ന്. ചക്കവറ്റിൽ ഇവിടെ ഉണ്ടാക്കാൻ ചക്കയില്ല. പഴം അല്ല, ചിപ്സ് ഉണ്ടാക്കാൻ ഇവിടെ പഴമുണ്ട്. അപ്പം ലാഭമില്ല. അപ്പം ചക്കവറ്റിലും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. രാത്രിയാകുമ്പോൾ വിശക്കും, എല്ലാം തിന്നണ്ടി. അങ്ങനെ അപ്പം ഇത് സ്വീറ്റ് ബനാന ചിപ്സ് ആണ് ഗൈസ്. അപ്പോൾ അത് കറുത്തേ ഇരിക്കുള്ളൂ. പഴുത്ത പഴത്തിലുണ്ടാക്കണതല്ലേ, അപ്പോൾ അതിങ്ങനെ ഇരിക്കും. അല്ലാതെ കരിഞ്ഞു പോയിട്ടല്ല കേട്ടോ, കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ ഇത് കറുമുറ ആവണമെങ്കിൽ ഇച്ചിരി മൂക്കണം. എൻ്റെ പായസത്തിലിടാൻ മുന്തിരി നെയ്യിലിട്ട് ഇതാക്കൂലേ, അതേപോലെ ഉണ്ട്. ചായ ഇവിടെ റെഡിയാണ് കേട്ടോ. അതിന് ചായ ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. കരിഞ്ഞ് മുരിഞ്ഞ് സ്വീറ്റ് ബനാന ചിപ്സും ചക്കവറ്റലും ചായ ഇവിടെ റെഡിയാണ് ഗായ്സ്. എനിക്ക് ഈ കരിഞ്ഞതും മൊരിഞ്ഞതും ഒക്കെയാണ് ഇഷ്ടം. വാഴയ്ക്കപ്പോൾ എന്നാൽ ഞാൻ ഇത്രയും കരിച്ചെടുക്കുള്ളൂ, കാരണം നല്ല ടേസ്റ്റാണ് മൊരിയുമ്പം. ചിപ്സ് അടിപൊളിയായിരുന്നേ. നല്ല മൂത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ മറ്റേ ശബ്ദം കേൾക്കൂലേ മൊരിഞ്ഞതിൻ്റെ, അതൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് 70 രൂപ കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാം. സൂപ്പർ ഹെൽത്തി ആയിരിക്കും. പിന്നെ ചായ കടുപ്പത്തിൽ അടിപൊളി ചായ ആയിരുന്നു. എൻ്റെ കൈപ്പുണ്യം. വാവ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.